ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്ര ബാലനോട് അപേക്ഷിക്കുകയാണ്, അപ്പച്ചി ഒന്നും ചെയ്യരുത്, അപ്പച്ചി വഴക്ക് പറയരുത്, പാവമാണ്, ഇതിൽ നിരപരാധിയാണ് അപ്പച്ചി, ഞങ്ങളൊക്കെ കൂടെ ചേർന്നാണ് ഇങ്ങനെ ആക്കിയതെന്ന് പറയുമ്പോൾ ആഹാ അത് ശരി, ഞാനതിന് എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ല, മോള് സമാധാനപ്പെടുത്തി ഇരിക്കുക എന്ന് പറയാം. ഇല്ല, അങ്കിളുടെ മനസ്സിൽ എന്തോ ഉണ്ട്, അങ്കിൾ വിഷമിക്കരുത്. എനിക്കെന്ത് വിഷമം മോളെ, എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മനസ്സ് ഇപ്പം ശൂന്യമാണ്. നിങ്ങൾ എല്ലാം കൊണ്ട് എനിക്ക് സന്തോഷം തന്നെയാണ്. പിന്നെ ശിക്ഷ വിധിക്കേണ്ടതും കുറ്റപ്പെടുത്തേണ്ടതും പേടിക്കേണ്ടതൊക്കെ ആരാണെന്ന് മോളിപ്പോൾ അറിയാൻ പോകുന്നേ ഉള്ളൂ. മോള് പേടിക്കേണ്ട ആവശ്യമില്ല. നീയും മീനാക്ഷിയും ആര്യനും ഒന്നും ഇതിലൊരു കുറ്റക്കാരും അല്ല. പിന്നെ കുറ്റക്കാരാരാന്നുള്ളത് അപ്പോഴും ഞാൻ പറയാം. നമുക്കെന്തായാലും വീട്ടിലേക്ക് പോയാലോ മോളെ? ശരി, എന്നാലും അങ്കിളെ ദയവ് ചെയ്ത് വേണ്ട ഒന്നും പറയണ്ട. ഇനി നമുക്ക് വീട്ടിൽ പോയി ബാക്കിയെല്ലാം സംസാരിക്കാം. അപ്പോൾ വീട്ടിലാണെങ്കിലോ എല്ലാവരും കൂടെ മിത്രയെ കാണാനില്ല എന്നും പറഞ്ഞ് ഒരേ വിഷമത്തിലാണല്ലോ. അപ്പോൾ ധർമ്മൻ പറയുന്നുണ്ട്, ഇനിയും നമ്മൾ ആലോചിച്ചിരുന്നിട്ട് കാര്യമില്ല, മിത്ര ഫോൺ പോലും എടുക്കാതെയാണല്ലോ പോയത്, നമുക്കൊന്നും മുറ്റത്തേക്ക് അങ്ങോട്ട് റോഡിലേക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞ് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാട്ടോ. ഇറങ്ങുന്ന വഴിക്കാണ് ബാലൻ മിത്രയും കൂട്ടി വരുന്നുണ്ട്. ദേ അളിയൻ വരുന്നല്ലോ, മിത്രയും ഉണ്ടല്ലോ കൂടെ, ഇതെങ്ങോട്ടാണ് പോയത്? അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ എങ്ങോട്ടാ? അത് ശരി, മിത്ര അന്വേഷിച്ചിറങ്ങിയതായിരിക്കും അല്ലേ? മിത്രയും ഞാനും കൂടെ വെറുതെ ഒന്ന് നടക്കാൻ പോയതാ. നിങ്ങളകത്തോട്ട് വാ, നമുക്ക് സംസാരിക്കാം. അപ്പോഴത്തേക്കിന് മിത്രയോട് ആര്യൻ ചോദിക്കുന്നു, എന്താടി? ആര്യനകത്തേക്ക് വാ എന്ന് പറയാട്ടോ. അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ്. വന്ന പാട് തന്നെ മീനാക്ഷി പറഞ്ഞു, ദേ അച്ഛൻ വന്നു. ഗോമതി ആകെ ഞെട്ടിത്തരിച്ച് പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗോമതി ഓടിച്ചെന്ന് ബാലൻ്റെ മുമ്പിൽ നിൽക്കുക. എന്നിട്ട് ബാലനോട് ആകെപ്പാട് ഒരു ടെൻഷൻ, എങ്ങനെ പറയും, ഇത് പറഞ്ഞു തുടങ്ങണോ അതോ ബാലനെല്ലാം അറിഞ്ഞോ എന്നെല്ലാം ഇങ്ങനെ പറയാട്ടോ, ചിന്തിക്കാട്ടോ. അപ്പോഴാണ് ബാലൻ എല്ലാവരും നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഗോമതിയോട് പറയാം, ഗോമതി നീ ആ കൈ ഇങ്ങോട്ട് തന്നേ. എന്താ ബാലട്ടാ, നീ തന്നേ, നിനക്ക് ആ ഷേക്കാൻ്റെ തരാനാ, കൈങ്ങി താന്ന് പറയാട്ടോ. കുറച്ചു നേരം ഒന്ന് പേടിച്ച് നിന്നെങ്കിലും ഒന്ന് പൊട്ടിക്കരയാണ് ഗോമതി. എന്നിട്ട് ആ കാലിലേക്ക് പെട്ടെന്ന് വീണിട്ട്, അയ്യോ എൻ്റെ ബാലട്ടാ, എനിക്ക് മാപ്പ് തരണം, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കാലിൽ ഇറുക്കി പിടിച്ച് വയ്ക്കുക. അയ്യോ എന്നാ ഗോമതി നീ എൻ്റെ കാലൊക്കെ പിടിക്കണേ, നീ ഒന്ന് എണീക്ക് ഗോമതി, നീ കാല് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, സന്തോഷം കൊണ്ടല്ലേ, നീ എണീക്ക്, കാല് പിടിക്കാതെ നീ എണീക്ക് പലതവണ പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും പറയുന്നുണ്ട്, നല്ല ചേച്ചിയോട് ക്ഷമിക്കണമെന്നൊക്കെ പറയാം. ഞാനെന്തിനാ, അവൾ എന്ത് തെറ്റാ ചെയ്തത്? അവൾ ഒരു തെറ്റും ചെയ്തില്ല. എടി ഗോമതി നീ എണീക്ക്, നീ ഒരു തെറ്റും ചെയ്തില്ല, നീ ഒരു നല്ല കാര്യം തന്നെയാണ് ചെയ്തത്, എണീക്ക്. അപ്പോൾ മീനാക്ഷി ചെന്ന് കയ്യിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. മാറടി എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി തട്ടി മാറ്റിയിട്ട് വീണ്ടും ഗോമതി ആ കാല് പിടിച്ച് മാപ്പപേക്ഷയും കൊണ്ട് പറയാട്ടോ, ബാലട്ടാ എന്നോട് ക്ഷമിക്കണം ബാലട്ടാന്ന്. പിന്നെ ബാലം പലതവണ എണീക്കാൻ പറഞ്ഞിട്ട് ഗോമതി എണീക്കാത്തുണ്ട്. ഒറ്റ ദേഷ്യപ്പെടില്ലാട്ടോ, എണീക്കടി അങ്ങോട്ട്, നിന്നോടല്ലേ പറഞ്ഞു അങ്ങോട്ട് എണീക്കാൻ. അപ്പോൾ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഗോമതി. ഇനി എന്ത് പറയുമെന്ന് പറഞ്ഞാൽ ആകെ വിറയിലായി എല്ലാവരും കൂടെ. എന്നിട്ട് നല്ല സെറിഞ്ഞിങ്ങനെ നോക്കുകയാണ് ബാലൻ. എന്നിട്ട് ബാലൻ ആര്യനോട് പറയാം, ആര്യ നീ ഒരു കാര്യം ചെയ്യും, മുറിയിലേക്ക് വാ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് നേരെ ആര്യനെ വിളിച്ച് ആര്യൻ്റെ മുറിയിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ആര്യൻ എന്താ അച്ഛാന്ന് ചോദിക്കണമെങ്കിലും ബാലൻ ആദ്യം ഒന്ന് ദേഷ്യത്തോടു കൂടി നോക്കുക കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചിങ്ങനെ ഇവിടെ ആര്യനെ നോക്കുകയാണ് എന്തായിരിക്കും പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് പുറത്ത് നിന്നുകൊണ്ട് മിത്ര പറയാണ്, അയ്യോ എന്നോട് എല്ലാവരും ക്ഷമിക്കണം, അപ്പച്ചി മീനാക്ഷി ചേച്ചി എല്ലാവരും ക്ഷമിക്കണം, ഞാൻ അങ്കിളിനോട് ഗുരുവായൂർ നടന്ന എല്ലാ സംഭവങ്ങളും തുറന്നു പറഞ്ഞു, എൻ്റെ മനസ്സിലിരുന്ന് വിങ്ങിപ്പൊട്ടി, ഇനി ഇത് ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോഴത്തേക്കിനും ഗോമതി അയ്യോ എന്നൊരു വിളി അങ്ങ് വിളിക്കുന്നുണ്ട് കേട്ടോ, പേടിച്ചിട്ട്. അപ്പോൾ എല്ലാം ബാലേട്ടൻ അറിഞ്ഞിട്ട് വന്നതാണെന്നുള്ളത് പൂർണ്ണമായിട്ടുണ്ട്. അങ്ങനെ അകത്ത് കയറിയ ബാലൻ ഒന്ന് സൂക്ഷിച്ച് ആര്യനെ നോക്കുവാണ്. എന്നിട്ട് ബാലൻ പെട്ടെന്ന് തന്നെ ബാലൻ ആര്യനെ ഒന്നങ്ങ് ചേർത്ത് കെട്ടിപ്പിടിക്കുക കേട്ടോ. മോനെ എന്നും പറഞ്ഞിട്ട്, മോനെ നീ എന്നോട് ക്ഷമിക്കണം മോനെ എന്നും പറഞ്ഞിട്ടോ. അപ്പോൾ ആര്യൻ ചോദിക്കണം, എന്താ അച്ഛാ, എന്താ കാര്യം? എന്നിട്ട് ബാലനങ്ങ് കരയണം കേട്ടോ, കെട്ടി ഇറുക്കി പിടിച്ചിട്ട്. എന്തിനാ അച്ഛൻ ഇങ്ങനെ, കാര്യം പറ, എന്താ കാര്യം? കുറേ കരയാണ് ബാലൻ. മോനെ എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റാതെ പോയി, നീ എന്നോട് ക്ഷമിക്കടാ. അച്ഛൻ എന്തൊക്കെയായി പറയണം അച്ഛാ, എന്ത് പറ്റി അച്ഛാ, കരയല്ലേ, എന്താ കാര്യം പറ. എടാ ഞാൻ നിന്നെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല മോൻ്റെ സ്ഥാനത്ത്, മറ്റുള്ളവരെ എല്ലാവരും ഞാൻ അംഗീകരിച്ചപ്പോഴും നിന്നെ ഞാൻ തള്ളിപ്പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷേ ഈ നിമിഷം മുതൽ ഞാൻ നിന്നെ അംഗീകരിക്കുകയാണ്. നീ വലിയവനാടാ, നീ വലിയവൻ. എന്നാലും നീ ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യാൻ നിനക്ക് മനസ്സ് തോന്നിയല്ലോ. എന്താ അച്ഛൻ പറയണത്? ഞാൻ എല്ലാം അറിഞ്ഞു മോനെ, ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയായി സംസാരിക്കുന്നത്. നീ പാവം ഒരു പെണ്ണിന് നീ ജീവിതം കൊടുത്തു, പോരാഞ്ഞിട്ട് അവരുടെ സ്വർണവും പണവും വല്ലവനും കട്ടുകൊണ്ട് പോയിട്ടും നീ നിൻ്റേതാണെന്നും പറഞ്ഞ് നീയാണത് ചെയ്തതെന്ന് പറഞ്ഞ് സ്വയം കുറ്റം ഏറ്റെടുത്തു. എന്നിട്ടോ
പലതവണ കള്ളനാണെന്ന് ഞാൻ നിന്നെ വിളിച്ച് ആക്ഷേപിച്ചു. എന്നിട്ടും നീ ഒരു വാക്ക് മിണ്ടിയോ? ആ പെണ്ണിനെ താലി കെട്ടി പെണ്ണിനെ മറ്റൊരാളുടെ മുമ്പിൽ വിട്ടുകൊടുക്കാൻ പോലും നിനക്ക് തോന്നാതെ അവളെ ചേർത്ത് വയ്ക്കാൻ, അവൾക്കൊരു ജീവിതം കൊടുക്കാൻ നിനക്കൊരു മനസ്സ്. എന്നിട്ടും ഇത്രയൊക്കെ ആക്ഷേപങ്ങൾ എന്നിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും കേട്ടിട്ടും നീ ഇതൊക്കെ ക്ഷമിച്ചു. എന്നിട്ട് നീ സത്യം പറഞ്ഞോ? ഇല്ല. പിന്നെ നിന്നെ ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ട് ഇതെല്ലാം ചെയ്തു. എന്നിട്ടും സ്വന്തം ഭാര്യ നാണം കെടണ്ടല്ലോ, അവളെ മറ്റുള്ളവരുടെ മുമ്പിൽ നാണം കെടുത്തണ്ടല്ലോ എന്ന് വെച്ചാൽ നീ സ്വയം കുറ്റം ഏറ്റെടുത്തില്ലേ മോനെ? നീ സ്വർണ്ണ കള്ളനായി മാറിയില്ലേ നീ? ഇതെല്ലാം നിനക്ക് എങ്ങനെ സാധിക്കുന്നു ഇത്രത്തോളം സഹിക്കാൻ? പക്ഷേ നീ വളരെ വലിയൊരു കാര്യമാണ് മോനെ ചെയ്തത്. പക്ഷെ ഈ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും 10 പ്രാവശ്യം എല്ലാവരുടെയും വീമ്പ് പറഞ്ഞുകൊണ്ട് നടന്നനെ. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു. പക്ഷെ നീ ഒരു ഇതുവരെ വാക്ക് കൊടുത്തത് അത് പുറത്തു വരാതിരിക്കാൻ വേണ്ടി സ്വയം കുറ്റം ഏറ്റെടുത്തിട്ട് നീ ഒരു വാക്ക് പോലും ആരോടും മിണ്ടിയില്ലല്ലോ. അത്രയ്ക്ക് വലിയവനാ നീ, അത്രയ്ക്ക് വലിയവൻ. നിന്നെ ഞാൻ എങ്ങനെയാണ് മോനെ ഇതിൽ കൂടുതൽ അംഗീകരിക്കാമെന്ന് പറയുന്നത്? അച്ഛാ സാരമില്ല, പോട്ടെ. ഇതൊന്നും അത്ര വലിയ ത്യാഗമില്ല. ത്യാഗമാണ്, അത്രയും വലിയ ത്യാഗം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം, ഗോമതി സ്റ്റോർ ബാലൻ ആർക്ക് വേണമെങ്കിലും ഗോമതി സ്റ്റോർ ബാലനാവാം. പക്ഷേ ആര്യൻ നീ മാത്രമേ ആവാൻ പറ്റുള്ളൂ മോനെ. അത്രയ്ക്ക് വലിയവനാ. എനിക്ക് നിന്നിൽ അഭിമാനം തോന്നുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി 3 പേരും കൂടെ കയറി വരിക കേട്ടോ. ധർമ്മനും ആനന്ദും ആകാശും കൂടെ അച്ചാന്ന് വിളിച്ച് വരുമ്പോൾ തന്നെ പെട്ടെന്ന് വാ മക്കളെ, നിങ്ങളെ സഹോദരനുണ്ടല്ലോ ഈ ആര്യൻ, ഇവൻ വലിയവനാ. നിങ്ങൾക്ക് അഭിമാനിക്കാം ഇതുപോലൊരു സഹോദരനെ കിട്ടിയതിൽ. ഞാനിവനെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകി എന്ന് പറയുമ്പോൾ ആനന്ദ് പറയാം, അച്ഛാ ഞങ്ങൾക്ക് ഇവനെ പണ്ടേ അറിയാമായിരുന്നല്ലോ, ഇവൻ എങ്ങനെയാ എന്താന്നൊക്കെ ഞങ്ങൾ അവനെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെ, നിങ്ങൾ കൂടപ്പിറപ്പുകൾ എല്ലാവരും അവനെ മനസ്സിലാക്കി. പക്ഷെ ഞാൻ അവനെ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഇന്ന് ഈ നിമിഷം ഞാൻ എൻ്റെ മോനെ മനസ്സിലാക്കി. എനിക്ക് അത്രയ്ക്ക് അവനോട് സ്നേഹമാണ്. ഒരുപാട് ഞാൻ അവനെ ഒറ്റപ്പെടുത്തിയതാണ്. പക്ഷേ ഇനി അവന് ഞാൻ അതൊന്നും ചെയ്യില്ല. അവനെ ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി എന്ന് പറയാം കേട്ടോ. അപ്പം ഉടനെ തന്നെ ആനന്ദ് പറയാൻ, അച്ഛാ അവിടെ അമ്മയും നല്ല വിഷമത്തിലായിരിക്കുന്നത്. പിന്നെ അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? അല്ല, ഇവരുടെ കല്യാണം നടത്തിയില്ലേ, അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അതിനിപ്പോൾ എന്താ, ഗോമതി നല്ലൊരു കാര്യമല്ലടാ ചെയ്തത്. ആര്യൻ്റെയും മിത്രയുടെയും കല്യാണം, അവർക്കൊരു ജീവിതം കൊടുത്തു. അത് നല്ലൊരു കാര്യമല്ലേ? അല്ല അത് എന്നാലും അമ്മയ്ക്കത് എന്തോ തെറ്റ് ചെയ്തതുപോലെ. അവൾ അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൾ ശരി തന്നെയാണ് ചെയ്തത്. പക്ഷേ അവൾ തെറ്റ് ചെയ്തത് എന്നോട് മാത്രമാണ്. അപ്പോൾ ആര്യം പറയും, അച്ഛാ അമ്മയൊന്നും പറയരുത്, മതി, നിങ്ങളാരുമല്ല ഇതിന് ശിക്ഷ വിധിക്കേണ്ടത്, ഞാനാണ് അവൾക്കുള്ള ശിക്ഷ വിധിക്കേണ്ടത്. അച്ഛാ അമ്മയൊന്നും പറയരുതേ, അമ്മയൊന്നും ചെയ്യരുതേ. പിന്നെ നിങ്ങൾ ആര്യനെയും മീനാക്ഷിയും മിത്രയും ഒന്നും കുറ്റക്കാരല്ല. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ചെയ്തു. പിന്നെ മിത്രയെ പോലെ ഒരു പെൺകുട്ടി, അവൾ നല്ലവളാണ്. അവൾക്കൊരു ജീവിതം കൊടുക്കാൻ മനസ്സ് കാണിച്ച ആര്യൻ അവൻ വലിയവനുമാണ്. പക്ഷേ എന്നെ ചതിച്ചത് നിങ്ങളാരുമല്ല, ഗോമതി തന്നെയാണ്. അവൾക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് നേരെ പുറത്തേക്ക് ചെല്ലുക കേട്ടോ. അങ്ങനെ ഗോമതി ആകെ വിരളി പിടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബാലൻ പറയാണ്, നിങ്ങളാരും ഇവിടെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമില്ല, ഗോമതിക്കുള്ള ശിക്ഷ ഞാൻ കൊടുക്കും. പിന്നെ അത് എന്താണെന്ന് ഞാൻ തന്നെ തീരുമാനിച്ചോളാം. അല്ലേ ഗോമതി നിന്നെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചതാ. നമ്മൾ ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ഒരു വിശ്വാസം ഞാൻ ഇന്ന് വരെ ജീവിതത്തിൽ നിന്നോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. പക്ഷേ നീ എന്നോട് ചെയ്തത് ഏറ്റവും വലിയ കൊടും ചതിയാണ് നീ എന്നോട് ചെയ്തത്, അല്ലേ? ഓർത്തു നോക്കുക, നീ എന്താ ഇത്രയും നാളെ എന്നെ മണ്ടനാക്കുമായിരുന്നു അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ നടത്തി വെച്ചിട്ട് ഒരു വാക്ക് പോലും എന്നോട് പറയാതെ മണ്ടനാക്കി വെച്ചിരുന്നു. നിങ്ങളൊക്കെ വിചാരിച്ച എന്താ, ഗോമതി ബാലൻ സ്റ്റോറിനോട് ബാലനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഞാനങ്ങ് വിശ്വസിക്കുമെന്ന് വിചാരിച്ചു അല്ലേ? പക്ഷേ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ. പിന്നെ നീ എല്ലാം ഒളിച്ചു വച്ചെങ്കിലും ദൈവം ഇതെല്ലാം എൻ്റെ മുന്നിൽ കൊണ്ടുവരും. അതിൻ്റെ ഒരു തെളിവാണ് മിഥുൻ എന്ന് പറയുന്ന ഇവനെ എനിക്ക് വഴിയിൽ നിന്ന് കിട്ടിയത്. പിന്നെ അവനെ ഞാനിവിടെ കൊണ്ടുവന്നു. അവൻ്റെ പേഴ്സിൽ മിത്രയുടെ ഫോട്ടോ ഞാൻ കണ്ടതും എന്ന് പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് പോവാട്ടോ. ഇതെല്ലാം ഇതിനകത്തുനിന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ബാലൻ പറയാണ്, അതെ അവൻ ഇവിടെ കൊണ്ടുവന്നതിന് ഞാൻ വേറൊരു ഉദ്ദേശമുണ്ട്. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? കുറച്ച് ദിവസം കൊണ്ട് ഞാനിവിടെ കിടന്ന് ആടിയ നാടകമൊക്കെ ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ്. ഞാൻ വിചാരിച്ചു കൂട്ടത്തോടു കൂടി എല്ലാവരും കൂടി ചേർന്നാണ് എന്നെ ഒറ്റപ്പെടുത്തിയതെന്നും ചതിച്ചതെന്നും. പക്ഷേ അതിലൊരൊറ്റ ഒരാൾ മാത്രമാണ് എന്നെ ചതിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം ഞാൻ കാട്ടിക്കൂട്ടിയത്. ഇതെല്ലാം മനസ്സിലായോ എന്ന് പറയുമ്പോൾ മീനാക്ഷിയും ഒക്കെ എല്ലാവരും ഞെട്ടുപോട്ടോ. എന്നിട്ട് ബാലൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നതിൻ്റെ അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ആ മിഥുനെന്ന് പറയുന്ന അവന് ബോധമുണ്ട്, അവൻ ബോധമില്ലാതെയല്ല കിടക്കുന്നതെന്ന്. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. മിഥുനും ഞെട്ടിപ്പോകുന്നു കേട്ടോ. മിഥുൻ ഇത്രയും ദിവസം അഭിനയിക്കുകയാണെന്നുള്ളത് ബാലൻ ബുദ്ധിപരമായിട്ട് എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞെന്ന്. അപ്പോൾ ബാലൻ പറയാണ്, അതെ
അവന് ബോധമുണ്ട്, എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളെല്ലാവരും കൂടെ എന്നോട് കാണിച്ചത് കണ്ടുപിടിക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്കൊരൊറ്റ കാര്യം മനസ്സിലായി. കുറ്റവാളി നിങ്ങളാരുമല്ല. ഇവിടെ എന്നെ ചതിച്ചത് ഗോമതി മാത്രമാണ്. ഗോമതിക്ക് മാത്രമാണ് അതിൻ്റെ അവകാശം. അതിനുള്ള ശിക്ഷ എന്താണെന്ന് ഞാൻ തീരുമാനിക്കും. അപ്പോൾ വീണ്ടും എല്ലാവരും ആനന്ദം പോയി പറയാം, അച്ഛാ ദയവ് ചെയ്ത് അമ്മയൊന്നും പറയരുത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ അമ്മ ചെയ്തത് നല്ലൊരു കാര്യമല്ലേ? അതെ, നല്ലൊരു കാര്യമാണ്. പൊട്ടനായിട്ടുള്ള ഞാൻ ഇവിടെ എല്ലാം കണ്ടും കേട്ട് എൻ്റെ കൂടെ ഉറങ്ങിയും കഴിഞ്ഞ് ഇത്രയും ദിവസം ഒരു വാക്ക് മിണ്ടാതെ അല്ലേ? എന്നിട്ടും ഞാൻ ആനന്ദിനുണ്ട്. നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിനക്ക് നാളെ ഒരു കുഞ്ഞുണ്ടായി, അവനെ കല്യാണം കഴിപ്പിക്കണം, നല്ല നിലയിലാക്കണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ട് നീ അറിയാതെ ദേവി ആ കുട്ടിയുടെ കല്യാണം നടത്തുകയാണ്. അതറിയുമ്പോൾ നീ സഹിക്കുമോ ഇല്ലയോ? പറ ആനന്ദേന്ന് പറയാട്ടോ. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട്, അത് ഞാൻ ഒന്നും അങ്ങനെ പറയുമ്പോൾ മതി, നീ ഇനി കൂടുതൽ സംസാരിക്കണ്ട. നിൻ്റെ ഈ മൗനം തന്നെയാണ് അതിൻ്റെ ഉത്തരം. നീ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല, മാപ്പ് കൊടുക്കില്ല അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഞാനും? പറ. അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഞാനും? അപ്പോൾ എന്ത് വേണം ഗോമതിക്കുള്ള ശിക്ഷ പറ ആനന്ദേ. ഇതുപോലെ കൂടെ നിന്ന് ചതിക്കുന്ന ഒരു ഭാര്യയ്ക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കണം. അപ്പോൾ ഗോമതിയുടെ ക്ഷമ നശിച്ചു കേട്ടോ. ചതിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ വീണ്ടും ഗോമതി ആകെ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനിടെ കൂടെ ആകാശ് വിചാരിക്കുന്നുണ്ട്. ആകാശ് ഓടി വന്ന് ചാടിക്കുറിച്ച് പറയാനുണ്ട്, ആ മിഥുന് ബോധമുണ്ടല്ലേ? ബോധമുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളെ അവൻ കൊടൈക്കനാൽ പോയപ്പോൾ അവൻ ചെയ്തത് അറിയാലോ, നമ്മളോട് കാണിച്ച ദ്രോഹത്തിനും അവനെ ഇപ്പം ഞാൻ ശരിയാക്കും എന്നും പറഞ്ഞുകൊണ്ട് നേരെ ആകാശം അങ്ങോട്ട് ചെല്ലുക. അപ്പോഴാണ് നമ്മുടെ ബാലൻ പറയാം, എടാ ആകാശം നീ അങ്ങോട്ട് മാറി നിൽക്കും. അവനെ ചൊടാനും പിടിക്കാനും നിങ്ങൾക്കൊന്നും അവകാശമില്ല. അവനെ അവകാശപ്പെട്ടവരെ പോലീസ് ഇവിടെ വന്നോളൂ. പറഞ്ഞേട്ടല്ലോ, മാറി നിൽക്കടാ അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഗോമതിയുടെ മുന്നിലേക്ക് ചെന്നിട്ട് പറയാം, അത് ഗോമതി പറ, ഈ ഭാര്യ ഭർത്താവ് എന്നുള്ള ആ ഒരു അടിസ്ഥാന ബന്ധം, അടിസ്ഥാന വിശ്വാസം എല്ലാം നമുക്കിടയിൽ നഷ്ടപ്പെട്ടു. ഇനി ഞാൻ എന്ത് ശിക്ഷയാണ് നിനക്ക് തരേണ്ടത് എന്ന് പറഞ്ഞ് ഗോമതിയെ ഇങ്ങനെ ദേഷ്യത്തോട് നോക്കുക. മിത്ര ഓടിപ്പോയി പറയണം, അങ്കിളെ പ്ലീസ് ദയവ് ചെയ്ത് ഒന്നും ചെയ്യല്ലേ, ഞാനും മീനാക്ഷി ചേച്ചിയും ആര്യനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നമാണിത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ തരണം, ശിക്ഷ തരണമെങ്കിൽ. മാറി നിൽക്കും മിത്രേ, നിങ്ങളാരും ഇതിൽ പ്രതികളല്ല. പിന്നെ ഇതിലൊരൊറ്റ ഒരാൾ മാത്രമേ പ്രതിയുള്ളൂ. ഞാൻ കണ്ടെടുത്തോളം ആ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി ആരും എന്നെ ചതിച്ചിട്ടില്ല. ഒരാൾ മാത്രമേ എന്നെ ചതിച്ചിട്ടുള്ളൂ, അത് ഗോമതിയാണ്. ഗോമതിക്കുള്ള ശിക്ഷ എന്താണെന്ന് ഞാൻ വിധിച്ചോളാം. അങ്ങനെ പറഞ്ഞ് നിൽക്കേണ്ട എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്